ഹായ് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്നൊരു സംശയമാണ്, നിലവിലെ തൊഴിൽ കാർഡ് തന്നെ ഇപ്പോൾ ജൂലൈ 1 മുതൽ പുതിയ പദ്ധതിയാണ് ബിജി റാംജി എന്ന് പറയുന്ന പുതിയ പദ്ധതിയാണ്. അപ്പോൾ അതിൽ നിലവിലെ തൊഴിൽ കാർഡ് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം നിരവധി പേര് നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പോൾ നിലവിലെ നമുക്ക് കിട്ടിയ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കിട്ടിയ വിവരം എന്ന് പറയുന്നത്, നിലവിൽ ഉള്ള തൊഴിൽ കാർഡ് തന്നെ ഉപയോഗിക്കാം 6 മാസത്തേക്ക്. അത് കഴിഞ്ഞതിന് ശേഷം 6 മാസത്തിൻ്റെ ഉള്ളിൽ നിലവിൽ പുതിയ തൊഴിൽ കാർഡ് നിങ്ങൾക്ക് എല്ലാവർക്കും നൽകുന്നതാണ്. അതായത് 6 മാസം അതേ തൊഴിൽ കാർഡ് തന്നെ ആയിരിക്കും നിലവിലുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് നിലവിലെ തൊഴിൽ കാർഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ വരെ ID പ്രൂഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു രേഖയാണ് തൊഴിൽ കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നിലവിൽ 6 മാസ കാലയളവിലേക്ക് നിലവിലുള്ള തൊഴിൽ കാർഡ് തന്നെ തുടരാം എന്നുള്ള കാര്യമാണ് അറിയിച്ചത്, ജൂലൈ 1 മുതലുള്ള 6 മാസത്തേക്ക്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് തൊഴിൽ കാർഡ് പുതുക്കി നൽകുന്നതാണ്. നിങ്ങൾ പഞ്ചായത്തിൽ അതിന് വേണ്ടി ക്രമീകരണങ്ങളൊക്കെ വരുത്തി നിലവിൽ അതിൻ്റെ പേര് തന്നെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നായിരിക്കും നിങ്ങൾക്ക് തൊഴിൽ കാർഡിൻ്റെ ഏറ്റവും ഫ്രണ്ടിലായിട്ട് എഴുതുന്നത്. അപ്പോൾ എന്തായാലും പദ്ധതി മാറുന്നതോടുകൂടി അതും മാറും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ നിലവിലുള്ള തൊഴിൽ കാർഡ് നമ്പറൊക്കെ അതേപോലെ ആയിരിക്കും എന്ന് പറയുന്നത്. KYC ചെയ്തിട്ടുണ്ട്, നിലവിലുള്ള തൊഴിൽ കാർഡ് നമ്പർ തുടരാം എന്നുള്ള കാര്യമാണ് നിലവിൽ പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വരും എന്നുള്ള കാര്യം ഒഫീഷ്യലായിട്ടുള്ള ഇത് വന്നിട്ടുണ്ട്. അത് എങ്ങനെയാണ്, എന്തൊക്കെ മാറ്റങ്ങളാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിലവിൽ നമുക്ക് ട്രെയിനിങ്ങും മറ്റു കാര്യങ്ങളിലൂടെയൊക്കെ നമ്മളെ അറിയിക്കും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ എല്ലാവരെയും കറക്റ്റ് ടൈമിന് നമ്മൾ അറിയിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പെട്ടെന്ന് അറിയാൻ വേണ്ടി നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഒരു പെയ്ഡ് വാട്സപ്പ് ഗ്രൂപ്പാണ്. താല്പര്യമുള്ളവർക്ക് മാത്രം ചേരാവുന്നതാണ് ഗ്രൂപ്പിൽ. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മാത്രം ജോയിൻ അടിച്ചു കൊടുക്കുക. അപ്പോൾ അതിൽ ഞാൻ ഡീറ്റെയിൽസൊക്കെ നിങ്ങളുടെ നമ്പറിലേക്ക് അയച്ചു തരുന്നതാണ്. അപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ പുതിയ തൊഴിൽ കാർഡ് എന്ന് പറയുന്നത് 6 മാസത്തിനുള്ളിൽ നിങ്ങൾ ലഭിക്കുന്നതാണ്. അപ്പോൾ പലരും ഇപ്പോൾ നിലവിൽ തൊഴിൽ കാർഡൊക്കെ എടുക്കാൻ പഞ്ചായത്തിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നിലവിൽ ജൂലൈ 1 ശേഷം പുതിയ തൊഴിൽ കാർഡ് ആയിരിക്കും ലഭിക്കുക. അപ്പോൾ നിലവിലെടുത്താലും ആ തൊഴിൽ കാർഡ് മാറ്റേണ്ട സ്ഥിതി വരും. അപ്പോൾ അതുകൊണ്ട് ജൂലൈ 1 ശേഷം എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ആ കാര്യം കൂടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അതേപോലെ നമ്മൾ മാറ്റുമാരെ കൂലി 15-ാം തീയതിക്കുള്ളിൽ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. എന്നാൽ ഇതുവരെയായിട്ടും ഔദ്യോഗികമായിട്ട് സ്ഥിരീകരണം ഇതുവരെയായിട്ടും വന്നിട്ടില്ല. അപ്പോൾ ഇന്നും നമ്മളെല്ലാ ജില്ലകളിലേക്ക് വിളിച്ച് അന്വേഷിച്ചു. അപ്പോൾ അന്വേഷിച്ചപ്പോൾ അവിടെയൊന്നും നിലവിൽ നൽകിയിട്ടില്ല. നിലവിൽ അതിനുള്ള ഓർഡറും കാര്യങ്ങളും വന്നിട്ടില്ല എന്നാണ് അറിയുന്നത്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ അതിൻ്റെ ഓർഡറും കാര്യങ്ങളും ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ചിലപ്പോൾ പുതിയ മന്ത്രിസഭയൊക്കെ രൂപീകരിച്ചതിന് ശേഷമായിരിക്കും റിലീസിങ് ഉണ്ടാവുക. അപ്പോൾ നിലവിൽ ഇലക്ഷൻ കഴിഞ്ഞെങ്കിലും പുതിയ മന്ത്രിസഭ കാര്യങ്ങളൊന്നും രൂപീകരിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ആയിരിക്കും ഫണ്ട് റിലീസിങ്ങും കാര്യങ്ങളൊക്കെ സാങ്ഷനൊക്കെ ആക്കേണ്ട സ്ഥിതി ഉണ്ടാവുക എന്നാണ് നമുക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇപ്പോഴത്തേന് റിലീസ് ആക്കേണ്ടതാണ്. ഉദ്യോഗസ്ഥ തലത്തിൽ എടുക്കാൻ പറ്റുന്ന തീരുമാനങ്ങളാണെങ്കിൽ അവർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം ഈ നിലവിലെ സാഹചര്യത്തിൽ ഇതുവരെയായിട്ടും അതിനുള്ള ഉത്തരവുകളും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ മന്ത്രിസഭ നാളത്തോടു കൂടി തീരുമാനമാകുമെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഫണ്ട് റിലീസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസങ്ങളിലായിട്ട് നിങ്ങൾക്ക് അക്കൗണ്ടിലേക്ക് പൈസ കയറുന്നതാണ്. മാറ്റുമാല കൂലി നമ്മൾ 15-ാം തീയതിൻ്റെ ഉള്ളിൽ വരുമെന്നായിരുന്നു പറഞ്ഞത്. അപ്പം അത് നിലവിലത്തെ സാഹചര്യത്തിൽ 15-ാം തീയതിയുടെ ഉള്ളിൽ വരില്ല നമുക്ക് ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ ബാക്കി എന്ന് വരും എന്നുള്ള കാര്യത്തിൽ നമ്മൾ തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കുന്നതാണ്. നമുക്ക് എന്തെങ്കിലും ഒഫീഷ്യലായിട്ടുള്ള വിവരം കിട്ടിയതിന് ശേഷം മാത്രം നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് മുന്നേ കിട്ടിയ വിവരങ്ങളെന്നൊക്കെ പറയുന്നത് 15-ാം തീയതിയുടെ ഉള്ളിൽ വരും എന്നുള്ള കാര്യങ്ങളൊക്കെ അൺഒഫീഷ്യലായിട്ട് കിട്ടിയ വിവരങ്ങളാണ്. അപ്പോൾ എന്നിരുന്നാൽ പോലും അത് നമുക്ക് കിട്ടുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സത്യമാവാറുണ്ട്. പക്ഷേ എന്താണെന്ന് അറിയില്ല. ചിലപ്പം ഇതായിരിക്കും കാരണം, നമുക്കും കറക്റ്റ് അറിയില്ല. എന്നിരുന്നാൽ പോലും അടുത്ത് തന്നെ വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ അതേമാതിരി തന്നെ ആയിരിക്കും ട്രൈബൽ പ്ലസിൻ്റെ ഫണ്ട്, അതും ഗവൺമെൻറ് കൂടുതലായിട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതും ഇങ്ങനെ തന്നെ ആയിരിക്കും വരിക. ട്രൈബൽ പ്ലസ് ഫണ്ട് പക്ഷേ എത്രയും പെട്ടെന്ന് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് പിന്നെ കൂടുതൽ വൈകാനുള്ള സാധ്യത കുറവാണ്. എന്നാൽ ST വിഭാഗത്തിൽപ്പെട്ടവർക്ക് നൽകുന്ന ധനസഹായം കൂലി ആയതുകൊണ്ട് തന്നെ വൈകാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്കുള്ള കൂലി ലഭിക്കുമെന്ന് കരുതുന്നു.
അപ്പോൾ നിങ്ങൾക്ക് തൊഴിലുറപ്പ് സംബന്ധിച്ച് NMS ആപ്പ് സംബന്ധിച്ച് എന്ത് സംശയങ്ങളുണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കാവുന്നതാണ്. നമ്മൾ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അല്ലെങ്കിൽ അല്ലാത്ത രീതിയിൽ എങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് മറുപടി നൽകുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഓക്കെ, താങ്ക് യു.